അപ്പോൾ നമ്മുടെ ആമസോണിൽ നിന്ന് CCTV ക്യാമറ കിറ്റുകളൊക്കെ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുടെ റിവ്യൂ ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് CCTV ക്യാമറ കിറ്റ് ഇവിടെ എടുത്ത് നോക്കിയാലും അതിലെല്ലാം ഒരു കോമൺ ഇഷ്യൂ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഹാർഡ് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇവിടെ CP+ൻ്റെ ഒരു ഫുൾ HD 8 ചാനൽ DVR 2.4 MB ക്യാമറയും അതിലൊരു 8 ക്യാമറയൊക്കെ കൂട്ടി 2 TB ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് ഒരു 16,600 രൂപയ്ക്ക് ഒരാൾ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് താഴേക്ക് വരുമ്പോൾ നേരെ താഴോട്ട് പോയാൽ ഇവിടെ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ, ഡിഫക്റ്റീവ് DVR ആൻഡ് ഹാർഡ് ഡിസ്ക് ഡോണ്ട് ബൈ. Installation was done almost a month ago. Hard disk is not being dictated and the DVR is taking a lot of time for initialization. പ്രധാന കാരണം ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യാത്തതാണ്. DVR നമുക്ക് ഇനിഷ്യലൈസ് ആകുന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ ചെക്ക് ചെയ്യണം. നമുക്ക് രണ്ടാമത്തേലേക്ക് വരാം. ഇക്വേഷൻ്റെ ഫുൾ HD ക്യാമറ കോംബോ കിറ്റ്. ഇതിനകത്തും ഉണ്ട് സെയിം ഇഷ്യൂ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കുന്നു. ഹാർഡ് ഡിസ്ക് HDD എന്ന് എഴുതിയേക്കണ ആൾ ഹാർഡ് ഡിസ്ക് തന്നെയാണ്. ഓൾ ക്യാമറ ബോക്സ് ആർ ഓപ്പൺ ഡോർ നോട്ട് സീൽഡ്. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഈസ് റീഫർബിഷ്ഡ് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നോട്ട് ഷോവിങ് ദ വാറണ്ടി ഓൺ പി സിയിൽ വാറണ്ടി കാണിക്കുന്നില്ലെന്ന്. അതായത് ഓൺലൈൻ പുള്ളി വാറണ്ടി ചെക്ക് ചെയ്ത് കാണും കംപ്ലൈൻ്റ് ആയപ്പോൾ. അപ്പോൾ ഗിവൺ ഓൺലി 1 ഇയർ വാറണ്ടി ഓൺ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിന് 3 വർഷം വാറണ്ടി ഉണ്ടെന്ന് അറിയാവുന്ന ആളാണ്. അപ്പോൾ അയാളുടെ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരിക്കുന്നു. എല്ലാ ക്യാമറയും ബോക്സൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. സാധാരണ നിങ്ങൾക്കറിയാം ഇക്യൂഷൻ്റെ ക്യാമറയും DVR ഒക്കെ വരുമ്പോഴത്തേക്കും അതെല്ലാം സീൽഡ് ആയിട്ടാണ് വരിക. പിന്നെയും കുറേ ആൾക്കാർ പല കാര്യങ്ങളും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാർഡ് ഡിസ്കിനെ പറ്റി മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത കംപ്ലൈൻറ്റ്, CP+ൻ്റെ 2.4 MB ക്യാമറയും അതിനൊപ്പം 500 GB ഹാർഡ് ഡിസ്കും. നിങ്ങൾക്കറിയാം 500 GB ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്ക് ആണ്. ഒരിക്കലും നമ്മൾ ക്യാമറയുടെ ഒപ്പം വയ്ക്കുന്ന ടൈപ്പ് ഹാർഡ് ഡിസ്ക് അല്ല. 500 GB ഹാർഡ് ഡിസ്ക് നിർത്തിപ്പോയിട്ട് തന്നെ വർഷങ്ങളായി. അപ്പോൾ താഴോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, കാരണം ഞാനിത് പറയാൻ കാരണം ഞങ്ങൾ കമ്പ്യൂട്ടറൊക്കെ നേരത്തെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു 3-4 ഇയേഴ്സ് മുന്നേ. അന്നൊക്കെയാണ് ഈ ഹാർഡ് ഡിസ്കൊക്കെ 500 GB ഉണ്ടായിരുന്നത്. യൂസ്ഡ് ഹാർഡ് ഡിസ്ക് സപ്ലൈഡ്. പിന്നെ വെരി പുവർ ക്വാളിറ്റി ഐറ്റംസ് ഡെലിവേർഡ് നോട്ട് വെരി ലെസ് കേബിളുടെ കേസ് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, ഹാർഡ് ഡിസ്കിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത്, അപ്പോൾ അയാളവിടെ ഹാർഡ് ഡിസ്കിന് കംപ്ലൈൻറ്റ് നിങ്ങൾ കണ്ടു. CP+ൻ്റെ ഫുൾ HD 8 ചാനൽ DVR-ഉം 4 ബുള്ളറ്റ് 4 ഡോമും 2 TB ഹാർഡ് ഡിസ്കും. ഓക്കെ, താഴേക്ക് വരാം. നേരെ നമ്മൾ താഴേക്ക് വേഗത്തിലെത്തുന്നു. ഇതിൽ ഹാർഡ് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കാണും. ഹാർഡ് ഡിസ്ക് ഈസ് നോട്ട് വർക്കിംഗ്. ഹാർഡ് ഡിസ്ക് ഈസ് നോട്ട് വർക്കിംഗ് ആൻഡ് അണേബിൾ ടു കോൺടാക്ട് സെല്ലർ ഓർ മാനുഫാക്ചറർ. ഓക്കെ, അടുത്തത് ഇക്വേഷൻ വയേർഡ് 4K ഫുൾ HD 5 MB കിറ്റാണ് പുള്ളി കൊടുക്കുന്നത്. 2 ഡോം ക്യാമറയും 6 ബുള്ളറ്റ് ക്യാമറയും കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 TB ഹാർഡ് ഡിസ്കും അതിനോടൊപ്പം തന്നെ ഉണ്ട്. നേരെ താഴേക്ക് വരാം. ഹാർഡ് ഡിസ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാ നോക്കാം. ഹാർഡ് ഡിസ്ക് ക്രാഷ്ഡ് വിത്തിൻ എ വാറണ്ടി. ആമസോൺ ഈസ് നോട്ട് ഓവിങ് റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് ഡിനയൽ റിട്ടേൺ ഫ്രം ദി മാനുഫാക്ചർ. ഓക്കെ, മാനുഫാക്ചർ ഡിനൈഡ് ടു റീപ്ലേസ് ആൻഡ് നോട്ട് റെസ്പോണ്ടിങ് ഓൺ ഡിമാൻഡിങ് ഡിനയൽ ലെറ്റർ. അൾട്ടിമേറ്റ്ലി പ്രോഡക്റ്റ് അണ്ടർ വാറണ്ടി ഹാസ് ബിക്കം ഗാർബേജ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇക്വേഷൻ 4K ഫുൾ HD 5 MB കോംബോ കിറ്റ് കൊടുക്കേണ്ട. അതിൻ്റെ ഒപ്പം ഹാർഡ് ഡിസ്ക് കൊണ്ട് നേരെ താഴേക്ക് വരിക. താഴേക്ക് വന്നാൽ ഡോൺ ബൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ പ്രശ്നമാണോ? അതെ. ആഫ്റ്റർ 2 days ഹാർഡ് ഡിസ്ക് ഡ്രൈവ് കനോട്ട് വർക്ക്. ടോട്ടലി അപ്സെറ്റ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. കാരണം ഭയങ്കരമായിട്ട് പൈസ കുറഞ്ഞ് കിട്ടപ്പോൾ പുള്ളി പോയി മേടിക്കാൻ പോയതാണ്. അതാണ് അവസ്ഥ. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഹാർഡ് ഡിസ്ക് ഓഫ് ഇയർ 2013. അയാൾ കമൻറ്റ് ഇട്ടേക്കണം നോക്കി, ജനുവരി 2022 2013 ഹാർഡ് ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് സപ്ലൈഡ് ഓഫ് വാറണ്ടി ഫോർ ദി ഇയർ 2013 ആൻഡ് ഈസ് നോട്ട് വർക്കിംഗ്. സ്റ്റോറേജ് സ്പേസ് ഈസ് ഷോയിങ് 0 ആൻഡ് സ്റ്റാറ്റസ് അബ്നോർമൽ. ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റാറ്റസ് DVR-ൽ കാണിക്കും. അത് നോർമൽ ആണെങ്കിൽ നോർമൽ എന്ന് കാണിക്കും, അബ്നോർമൽ ആണെങ്കിൽ അബ്നോർമൽ എന്നും കാണിക്കും. പിന്നെ താഴേക്ക് വന്നാൽ CP+ൻ്റെ ഒരു 11,229 കൊടുക്കുന്ന ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അതിൻ്റെയും കൂടെ നോക്കിയിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോകാം. ഹാവ് റിസീവ്ഡ് യൂസ്ഡ് പ്രോഡക്റ്റ്. ഓക്കെ, നോ സർവീസ് ഓഫ് വാറണ്ടി. ചെക്ക് പ്രോഡക്റ്റ് എസ്പെഷ്യലി ദ ഹാർഡ് ഡിസ്ക്. ഓക്കെ, ദ ഹാർഡ് ഡിസ്ക് വാസ് കറപ്റ്റ് ആൻഡ് വാസ് നോട്ട് ഡിറ്റക്റ്റിംഗ് വിത്തിൻ ദ സിസ്റ്റം. ഇറ്റ് ഈസ് ഹീറ്റിംഗ് ടു മച്ച്. ഓക്കെ, പിന്നെ താഴേക്ക് വരുമ്പോൾ ക്യാം നോട്ട് വർക്കിംഗ്. അത് നമ്മളിപ്പോൾ പരിശോധിക്കുന്നില്ല, അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ മോളി ഇട്ടേക്കണമെന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്, വേറെ കംപ്ലൈൻ്റ് ഇല്ലാത്ത എന്തോ ഒരു സാധനങ്ങൾ ആമസോണിൽ വിൽക്കാനുള്ളതെന്ന്.
നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ എടുത്തിട്ട് നോക്ക് ഒരെണ്ണം. ഞാനിവിടെ വെറുതെ ഇതിൻ്റെ പ്രൈസൊക്കെ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഇവിടെയൊക്കെ കൊടുത്തേക്കണ കേബിൾസിനെ പറ്റിയൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ആളുകളെല്ലാവരും കമൻറ്റ് ചെയ്തേക്കണ ഹാർഡ് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക് മാത്രമായിട്ട് ഇങ്ങനെ കേടായി പോകാൻ എന്തായിരിക്കും കാരണം? അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റർ എന്നുള്ളൊരു സാധനമുണ്ട്. അതാണ് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് 1 മിനിറ്റിൽ 7200 പ്രാവശ്യമാണ് ഒരു സാധാരണ സർവൈലൻസ് ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്റർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്ലേറ്ററിൻ്റെ മുകളിൽ ഒരു ഹെഡുണ്ട്. ഈ പ്ലേറ്റർ കറങ്ങുന്നതിനനുസരിച്ച് ഹെഡ് നമ്മുടെ ഡാറ്റ അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ട് സേവ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഹെഡ് പോയിട്ടാണ് ഈ പ്ലേറ്ററിൻ്റെ മുകളിൽ നിന്നാണ് ഡാറ്റ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്ററും ഹെഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും തൊട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഇവർ തമ്മിൽ പരസ്പരം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കാണാൻ പറ്റും, 3 മുതൽ 5 വർഷം വരെയാണ്. അതായത് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ DVRൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയം മുതൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് ആ സമയം മുതലേ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഈ ക്യാമറയോ നമ്മുടെ സിസ്റ്റം ഒന്നും ഓഫ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് വർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിനി എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് കേടായി പോകുന്ന ഒരു സമയത്തോ മാത്രമാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം വരെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഹാർഡ് ഡിസ്കിൽ നിങ്ങൾക്കറിയാം ഇത്രയും ഇങ്ങനെ കറങ്ങി അതിന് ഒരു തേയ്മാനം ഉണ്ടാകും. കാരണം ഇതൊരു മെക്കാനിക്കൽ ഡിവൈസാണ്, നമ്മുടെ ക്യാമറ പോലെയുള്ള ഒരു സാധനം അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമേജ് ആകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 3 മുതൽ 5 വർഷം വരെയാണ് ഇതിൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് മാക്സിമം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഏത് ഹാർഡ് ഡിസ്ക്കാണ് ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കണമെന്ന്. പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അവരുടെ നിയമം അനുസരിച്ച് 2 ടെറാബൈറ്റിൽ താഴത്തുള്ള ഹാർഡ് ഡിസ്ക് CCTVകൾക്ക് ഇടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ഈ 2 ടെറാബൈറ്റിൽ താഴെയുള്ള ഹാർഡ് ഡിസ്കുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കാളും കൂടുതൽ CCTVകൾ വിദേശ രാജ്യങ്ങളിൽ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഹാർഡ് ഡിസ്കുകൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കിട്ടും. റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്കുകൾ എന്നാണ് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഹാർഡ് ഡിസ്ക് തന്നെ. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ മഴയത്തോ വെയിലത്തോ വയ്ക്കുന്ന ഒരു സാധനമല്ല. നമ്മൾ ഒരു DVRൻ്റെ ഉള്ളിൽ നമ്മൾ കൂടങ്ങ് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കവർ പൊട്ടിച്ചിട്ട് നേരെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് പൊടിയോ ചെളിയോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ച് പുറത്തോട്ട് എടുക്കാനും അത് ഇതുപോലെ ക്ലീൻ ആയിട്ടിരിക്കും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഹാർഡ് ഡിസ്കില്ലേ 2017 ഹാർഡ് ഡിസ്ക്കാണ്. അതായത് ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇത്രയും പഴക്കം ചെന്നെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് നോട്ടത്തിലൊന്നും ഇതിനകത്ത് യാതൊരു കുഴപ്പവും കാണില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇയർ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഹാർഡ് ഡിസ്കുകൾ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിലേക്കും നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കുകൾക്ക് വാറണ്ടി എന്ന് പറയുന്നത് ഈ കൊണ്ടുവരുന്ന ആൾ ഒരു 1 ഇയർ വാറണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കും. കാരണം അവിടെ നിന്ന് അത് ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് കൊറിയർ ചാർജോ അല്ലെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു സാധനം നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും അവരൊരു 1 ഇയർ വാറണ്ടി ഇട്ടിട്ട് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ പകുതി വിലയ്ക്ക് കൊടുക്കും. അപ്പോൾ ഈ ഓൺലൈനിൽ കൊടുത്തേക്കുന്ന ഹാർഡ് ഡിസ്കുകളൊക്കെ ഇതുപോലെയുള്ള ഏതെങ്കിലും റീഫർബിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് വരുന്ന ഹാർഡ് ഡിസ്ക്കാണ്. കാരണം ഒരു സാധാരണ ഹാർഡ് ഡിസ്കിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷമാണ്. നിങ്ങൾ ഓൺലൈനിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 3 വർഷത്തെ വാറണ്ടിയും വെച്ചിട്ട് ഒരു CCTV പാക്കേജ് ഇട്ടേക്കുന്നത്? ഓൺലൈനിൽ കൊടുക്കുന്ന CCTV പാക്കേജുകളുടെ വാറണ്ടി 1 ഇയറിനും 2 ഇയറിനുമാണ്. അപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് എടുത്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു 1 ഇയറും കൂടെ വാറണ്ടി അഡീഷണൽ അങ്ങനെ എഴുതി അങ്ങോട്ട് കൊടുക്കും. അപ്പം ഇതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിനകത്ത് ആർക്കും ഈ ക്യാമറയുടെ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ വാറണ്ടിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആർക്കും വാറണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റീഫർബിഷ്ഡ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റുകളാണ് കൂടുതലായിട്ടും ഇങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇട്ടേക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ റീഫർബിഷ്ഡ് ആയിട്ടുള്ളൊരു സാധനം അല്ലെന്ന് തന്നെ വിചാരിക്കുക, നല്ലൊരു സാധനം തന്നെയായിരുന്നു. എങ്കിൽ കൂടി നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം അത്രയും കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, അതായത് ഈ ഹാർഡ് ഡിസ്ക്. കാരണം ഹാർഡ് ഡിസ്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ പ്ലേറ്ററും ഹെഡും തമ്മിൽ വളരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും കെയർഫുൾ ആയിട്ടല്ല അവർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ബാഡ് സെക്ടേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ബാഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് വന്നിട്ട് ഈ പ്ലേറ്ററിൽ ഉരഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പാടാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഈ പണ്ടത്തെ CD നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ CD സ്ക്രാച്ചസ് ഉള്ള CD അല്ലെങ്കിൽ DVD നമ്മുടെ പ്ലെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം തെറിച്ച് കീ എന്ന് പറഞ്ഞൊരു ഒച്ച കെട്ടിട്ട് തെറിച്ച് പോകുന്നതാണ് അല്ലേ.
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഒരു പ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു DVD പ്ലെയറിൻ്റെ DVD പോലെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ഹെഡ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഈ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് ഡാമേജ് ആണെന്ന് അറിയാൻ വേണ്ടി DVRൽ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളൊന്ന് DVRലേക്ക് ഒന്ന് പതിയെ ഒന്ന് ചെവി ചേർത്ത് വെച്ച് നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു കീ എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കാം. സാധാരണ ഇതിൽ കറങ്ങുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കും, പക്ഷേ എന്നാലും ആ ഒരു ഡാമേജ് ആയ ഹാർഡ് ഡിസ്കിൽ നിന്ന് വേറൊരു സൗണ്ടാണ് വരിക. ഇങ്ങനെ തെറിച്ച് പോകണ പോലെ ഒരു സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. നമ്മുടെ പണ്ടത്തെ DVD ഒക്കെ പ്ലേ ചെയ്ത് പരിചയമുള്ളവർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ CCTV കിറ്റ് ഇങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് മാത്രം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ആമസോണിൻ്റെ പോളിസി അനുസരിച്ച് ഒരിക്കലും ഈ ഒരു ഐറ്റം മാത്രം നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് വേറൊരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെണ്ടർ, അതായത് ഇവിടെ ഈ ലിസ്റ്റിലിട്ടിരിക്കുന്ന വെണ്ടറെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അങ്ങനെ ഒരു വെണ്ടറിൻ്റെ പേര് അവരുടെ ബില്ലിലോ പേരുണ്ടാവുമായിരിക്കും, പക്ഷേ അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ വലിയൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഹാർഡ് ഡിസ്ക് 1 TB ആണെങ്കിൽ ഏകദേശം 3800 രൂപ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത് സെയിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ഇത്രയും വില കുറവ് കാണാൻ കാരണം ഇത്രയും ചീത്തയായിട്ടുള്ളൊരു സാധനം അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ലോക്കലായിട്ട് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള CCTV ഇൻസ്റ്റലേഷൻ സെയിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും അവരുടെ വിലയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കൊടുക്കുന്ന സാധനം ഇതുപോലത്തെ അല്ല. അപ്പോൾ നമുക്കൊരിക്കലും അവരുടെ വിലയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും വില കുറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണുക. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ CCTVയുടെ ഇതിനകത്ത് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് അതിനകത്ത് അവർ എഴുതിയേക്കാണ് യൂസർ ID അഡ്മിൻ പാസ്വേഡ് അഡ്മിൻ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരിക്കലും DVR നമ്മൾ കോൺഫിഗർ ചെയ്യാതെ അതിനൊരു യൂസർ ID ഇല്ല, ഒരു പാസ്വേഡും ഇല്ല. യൂസർ ID ഇവിടെ ഉണ്ട്, പക്ഷേ പാസ്വേഡ് ഇല്ല. അത് കോൺഫിഗർ ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമായിരിക്കും അങ്ങനെ പേരും ഇതൊക്കെ കാണുക. അതുപോലെ തന്നെ ഹിക്വിഷൻ്റെ പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ അതെല്ലാം സീൽഡ് ആയിട്ടാണ് വരിക. അതൊന്നും പൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരെണ്ണം മാത്രമായിട്ട് റീഫണ്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, നമ്മുടെ ഈ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളും ഇതുപോലെ തന്നെയുള്ള പരിപാടികൾ കാണിക്കില്ലേ എന്ന്. ചിലപ്പോൾ കാണിക്കുന്നവരൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങളൊരു 3-4 കൊട്ടേഷൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വർക്കിനകത്ത് ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്തേക്കുന്ന ആളുടെ ഹാർഡ് ഡിസ്ക്, അവർ കൊണ്ടിരുന്ന ഹാർഡ് ഡിസ്ക് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ക്യാമറകളിലും DVRലും ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു തിരിമറി നടത്താനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് റീഫർബിഷ്ഡ് ആണോ, അതായത് പഴയത് നമ്മൾക്ക് പുതിയതെന്ന് പറഞ്ഞ് തരുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഹാർഡ് ഡിസ്കിൽ തന്നെ ഇത് എഴുതിയേക്കുന്ന മാനുഫാക്ചറിങ് ഡേറ്റ് 7th Jan 2017 എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ 2017 ഈ ഒരു ഹാർഡ് ഡിസ്ക് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹാർഡ് ഡിസ്കിന് ഇപ്പോൾ വാറണ്ടി ഇല്ലാത്തത്. അതായത് നമുക്കറിയാം മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടില്ല, അപ്പം തന്നെ വാറണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അത് ഒരു 2-3 മാസമൊക്കെ കമ്പനി കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇത് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്കും 1-2 മാസമൊക്കെ എടുക്കുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതിനെ വാറണ്ടി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 മാസമൊക്കെ കൂട്ടിയിട്ടിട്ടാണ് അവർ ഇതിൻ്റെ വാറണ്ടി എൻഡ് ചെയ്യണമെന്ന് പറയണം. അതായത് ഇത് 2017 ജനുവരിയിലാണ് വാറണ്ടി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 2020 ജനുവരിയിൽ വാറണ്ടി എൻഡ് ചെയ്യേണ്ടതാണ് അല്ലേ? കാരണം മാനുഫാക്ചർ ചെയ്ത സമയം മുതൽ ഇതുവരെ. പക്ഷേ ഇത് വരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഒരു 3 മാസം കൂടെ ചിലപ്പോൾ മുമ്പോട്ട് കൂട്ടിയിടും. എന്നിട്ടാ വാറണ്ടി തീർന്നെന്ന് പറയുള്ളൂ. ഇനി അതും കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമൊക്കെ പിന്നെ നമുക്ക് കിട്ടും. എപ്പോഴാണ്? നമ്മൾ ഒറിജിനൽ ബില്ല് അവരെ പ്രൊഡ്യൂസ് ചെയ്യണ സമയത്ത്. അതായത് അവർ നമ്മളോട് ചോദിക്കും, നമ്മൾ ഈ ഹാർഡ് ഡിസ്കുമായിട്ട് നമ്മൾ വാറണ്ടി കഴിഞ്ഞു പോയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ബില്ലുണ്ടോ. അപ്പോൾ GST ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ വാറണ്ടി നെഗ്ലക്റ്റ് ചെയ്ത് കളയില്ല. GST ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണെങ്കിൽ ഈ ഹാർഡ് ഡിസ്കുമായിട്ട് നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വെസ്റ്റേൺ ഡിജിറ്റൽ, തോഷിബ, അതുപോലെ സീഗേറ്റ് കമ്പനികൾ വാറണ്ടി തരും, ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരൊരിക്കലും നമ്മളോട് ഇത് വാറണ്ടി ഇല്ലെന്ന് പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഒരു ഒറിജിനൽ ജെന്യുവൻ ആയിട്ടുള്ള ബില്ലാണ്, നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്തതെന്ന് കാണിക്കാനുള്ളൊരു ബില്ല്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബില്ലില്ലാതെ ഒരിക്കലും ഇൻസ്റ്റലേഷൻ ചെയ്യരുത്. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ബില്ലില്ലാതെ തരാം അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിച്ചാൽ, ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ബില്ലില്ലാത്ത രീതിയിൽ ഒരു കസ്റ്റമർക്ക് നിങ്ങൾ പ്രോഡക്റ്റുകൾ കൊടുക്കരുത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള വിശ്വാസം തന്നെ കസ്റ്റമർക്ക് ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് അവരിവിടെ ചെന്ന് കഴിയുമ്പോൾ ഡയറക്റ്റ് അവർക്ക് ഒരിക്കലും വാറണ്ടിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും ഈ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് നമ്മൾ തന്നെയാണ് ഇവരുടെ സർവീസ് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്.
ഇതൊരു പുതിയ ഹാർഡ് ഡിസ്ക്കാണ്. ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ വാറണ്ടി എങ്ങനെയാണ് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ വാറണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്ക് വെസ്റ്റേൺ ഡിജിറ്റൽ ആയതുകൊണ്ട് വെസ്റ്റേൺ ഡിജിറ്റൽ വാറണ്ടി ചെക്ക് എന്ന് കൊടുക്കുക. വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് വാറണ്ടി ചെക്ക്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ വാറണ്ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന support.wdc.com എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഈ ഓപ്ഷൻ ഡ്രൈവ് ഫെയിലിയർ ചെക്ക് യുവർ വാറണ്ടി സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കേണ്ടത് കൺട്രിയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ അടുത്തിട്ട് തൊട്ട് താഴോട്ട് കൊടുത്തേക്കുന്ന സീരിയൽ നമ്പറാണ്. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ എസ് എഴുതിയിട്ട് ഒരു ബാർ ഇട്ടിട്ട് എൻ എന്ന് എഴുതിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് SN സീരിയൽ നമ്പറിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സീരിയൽ നമ്പർ W അതവിടെ കൊടുത്തേക്കണ എന്താണോ ആ രീതിയിൽ തന്നെ ഞാൻ കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഞാൻ അതുകൊണ്ട് ചുമ്മാ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ J2E ഇത്രയും കൊടുത്ത ശേഷം സബ്മിറ്റ് എന്ന് പ്രസ് ചെയ്യുക. സീരിയൽ നമ്പർ മുഴുവൻ അടിച്ചിട്ട് സബ്മിറ്റ് പ്രസ് ചെയ്യുക. അതെ, ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ലിമിറ്റഡ് വാറണ്ടി. ഇപ്പോൾ ഞാൻ ഈ ടൈപ്പ് ചെയ്ത ഹാർഡ് ഡിസ്കിന് വാറണ്ടി ഉണ്ട്. അത് എന്നാണ് എക്സ്പയർ ആവുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. വാറണ്ടി എക്സ്പയറേഷൻ ഡേറ്റ് കണ്ടോ, 15 ഏപ്രിൽ 2025. അതായത് ഈ 2025 ഏപ്രിൽ 15 വരെ വാറണ്ടി ഉണ്ട്. ആ ഐറ്റം ഞാനിപ്പോൾ അടിച്ചത് 1 TB ഹാർഡ് ഡിസ്ക് ആയിരുന്നു കേട്ടോ. 1 TB ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും നമ്മുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ വാറണ്ടി നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും.